നമസ്കാരം. ഹണിമൂൺ കഴിയുന്നതിന് മുന്നോടിയായിട്ട് വരനെ വീട്ടുകാർ തന്നെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നാട്ടുകാർ കൈവയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് വീട്ടുകാർ തന്നെ കൈവച്ച് തുടങ്ങുന്നത് എന്തുകൊണ്ട് ഒരു ഐശ്വര്യമാണെന്ന് പറയുകയാണ്. ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. കണ്ടില്ലേ, പൂക്കി മുഖ്യനെ UDF-കാർ തന്നെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ സ്വഭാവത്തിന്റെ ഓഡിയോ പുറത്തേക്ക് വന്നല്ലോ. അതായത് ചമ്പക്കുളം മൂലം വള്ളംകളി, ആ വള്ളംകളിക്ക് ഈ കുട്ടനാട് താലൂക്കിൽ പ്രാദേശിക അവധി വേണമെന്ന് അവിടത്തെ MLA ആയിട്ടുള്ള റെജി ചെറിയാന്റെ ചോദ്യത്തിന് പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇരുന്നുടനെ പറയുകയാണ്, ഒരു കാരണവശാലും അവനൊന്നും അവധി കൊടുക്കൂല. അവനൊക്കെ എന്തിനാ അവധി കൊടുക്കേണ്ട കാര്യം? വെരി കൾച്ചറൽ ടീമുകൾക്കൊക്കെ അവധി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? അവന്റെ മൂലം വള്ളംകളി എടുത്തോണ്ട് പോടാ എന്നുള്ളൊരു മനോഭാവത്തിൽ പറഞ്ഞ കാര്യത്തിന് ജനങ്ങളുടെ പ്രതികരണമാണ്. അതായത് ധാർഷ്ട്യം എല്ലാ കാര്യത്തിനും. രണ്ട് സ്വഭാവമാണ്. വാക്കുകൊണ്ട് വിസ്മയം തീർക്കുക, അതിനുശേഷം അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചിരിച്ചുകൊണ്ട് അടിയിൽ കൂടെ നമുക്ക് തരും അല്ലെങ്കിൽ കഴുത്ത് കത്തി വെക്കൂ എന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു നേർ സാക്ഷ്യം കണ്ടതിനാണ് നാട്ടുകാർ അല്ലെങ്കിൽ UDF-കാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പൂക്കി മുഖ്യനെ കത്തിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും കേരളത്തിൽ പൂക്കി മുഖ്യന്റെ ഔദ്യോഗികമായിട്ടുള്ള കോലം കത്തിക്കൽ എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർ ചാനലുകൾക്ക് മുന്നിലൊക്കെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. പൂക്കി ചിരിക്കൊക്കെ ഒരു മാസത്തിന്റെ ആയുസാണ്. നാട്ടുകാർ വെറുത്തു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാര് പ്രവൃത്തി കണ്ടിട്ട് കൈവച്ചു തുടങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെ ആ ചിരിയുടെയൊക്കെ വിസ്മയങ്ങൾ കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പൂക്കിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ദയനീയമാകാൻ പോകുന്നു എന്നതാണ്. ഒറ്റ മാസം കൊണ്ട്, ഒരു മാസം തികഞ്ഞുടനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ സ്വന്തം മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ഇങ്ങനെ കത്തിക്കുന്ന ഒരു ഗതികേട് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥയാണ് ഈ കാണുന്നത്. എന്തായാലും 5 വർഷത്തേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ കൈനീട്ടം വെക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തുടക്കത്തിൽ തന്നെ ഒരു മാസത്തിനകം തന്നെ പാർട്ടിക്കാർ തന്നെ ആ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസം എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ട അവസ്ഥ. ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു.
മാപ്പ് പറയൂ മാപ്പ് പറയൂ സതീശ മാപ്പ് പറയൂ സതീശ മാപ്പ് പറയൂ കുട്ടനാടിൻ ജനതയാകെ അഞ്ചിറ്റ തുളേശ മാപ്പ് പറയൂ മാപ്പ് പറയൂ മാപ്പ് പറയൂ സതീശ മാപ്പ് പറയൂ കത്തട്ടങ്ങനെ കത്തട്ട് അള്ളര മുഖ്യമന്ത്രി കത്തട്ടങ്ങനെ കത്തട്ട് സതീശ കത്തട്ട് സതീശ കത്തട്ട് പ്രതിഷേധം കുട്ടനാടിൽ പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ട് ആളിക്കത്തിപ്പടരട്ടെ